നമസ്കാരം. ഞാനെന്നുള്ളത് കിഴക്കമ്പലത്താണ്. 2020 നിന്ന് രാജിവെച്ച റെജി രാജുവാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. നമസ്കാരം. എന്തായിരുന്നു നമസ്കാരം. 2020 വിടാനിടയായ സാഹചര്യം എന്തായിരുന്നു? 2020 വിടാനുള്ള സാഹചര്യം പറയുന്നതിനപ്പുറം ഞാൻ 2020യുടെ കാവുങ്ങൽപ്പറമ്പ് വാർഡ് സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ ഒരു 12 വർഷക്കാലമായിട്ട് 2020 സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ആദ്യം ഒരു സന്നദ്ധ സംഘടനയായിട്ട് 2020 എന്ന പേരിൽ ഇത് രജിസ്റ്റർ ചെയ്യുകയും അപ്പോൾ അത് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറെ ആളുകൾക്ക് നമ്മൾ കുറെ സഹായങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ അതിൽ ഒരു നമുക്ക് എന്താ പറയാ, നമുക്കൊരു അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിൽക്കണമല്ലോ, നമ്മൾ മനുഷ്യരും ചെറുപ്പക്കാരുമായിട്ടുള്ളവർ അങ്ങനെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് ശ്രീ സാബുവും ജേക്കബിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം പുള്ളി വളരെ നമ്മളെ നാടകീയപരമായിട്ട് നമ്മളെ അതിലേക്ക് എന്താ പറയുന്ന ഒരു സർക്കസുകാരന്റെ ആ ഒരു ബുദ്ധിയോടുകൂടി നമ്മളെ അതിലേക്ക് ആകർഷിക്കുകയും അതിന്റെ കാണിയാക്കുകയും ചെയ്യും. അതൊരു പുള്ളിയുടെ ഒരു അപാര കഴിവാണ്, പാവപ്പെട്ടവരെ അതിലേക്ക് വലിച്ചടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ കണ്ടെത്തുകയും പുള്ളി ഒരു സുപ്രഭാതത്തിൽ പുള്ളി പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കുകയും ഇലക്ഷനിൽ നിൽക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് കാവുങ്ങൽപ്പറമ്പും ചേലക്കുളവും വാർഡ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും കാവുങ്ങൽപ്പറമ്പ് വാർഡ് കിട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അന്ന് ശ്രീ സാബുവും ജേക്കബ് ജയിച്ചു വന്ന അന്ന് നമ്മുടെ കാവുങ്ങൽപ്പറമ്പ് വാർഡിനോട് പറഞ്ഞിരുന്നത് 5 വർഷം കൊണ്ട് നടക്കാത്ത വികസനം ഒറ്റ വർഷം കൊണ്ട് നടത്തുമെന്നാണ്. പുതിയതായിട്ട് ഒരു പദ്ധതിയും കൊണ്ടുവന്നില്ല. പഴയ റോഡുകൾ ടാർ ചെയ്തു, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ ചെയ്തു എന്നുള്ളതല്ലാണ്ട് അങ്ങനെ പല പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പുറത്തു പോരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വന്നത്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ടൊന്നും പറയാനുള്ള അവകാശമില്ല. നമ്മൾ പറയുക, കേൾക്കുക. അത് 2020യുടെ വലിയ ജാഥകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ പരിപാടികൾ നടക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടെ സാബുവും ജേക്കബിന്റെ വലിയൊരു ഫ്ലെക്സ്, ഒരു വലിയ LED വാളിൽ സാബുവും ജേക്കബിനെ കാണിക്കും. എന്നിട്ട് മറ്റേ KGFന്റെ ഒക്കെ BGM ഇട്ട് ഇങ്ങനെ പുള്ളി നടന്നു വരുന്നേക്കണം. അപ്പൊ നമ്മൾ സാധാരണ ഉള്ളവരെല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുക. ആ ഒരു ലെവലിലേക്കുള്ള എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില തെലുങ്ക് സിനിമകളിലെ നായകന്മാരുടെ ആ ഒരു നിലയിലേക്ക് സാബുവും ജേക്കബ് പോകുന്നു. പക്ഷെ പറയുന്ന ഒരു കാര്യങ്ങളും ചെയ്യാണ്ട് എന്ത് കാര്യം നടക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ തലയിലേക്ക് അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പം ഈ ആൾക്ക് നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു പഞ്ചായത്തിന്റെ ഭരണം ഇനി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ പുള്ളി വീണ്ടും വന്നിട്ട് പറയും കിഴക്കമ്പലം സ്റ്റാൻഡ് പണിയാത്തത് രാഷ്ട്രീയക്കാർ കാരണമാണ്, പച്ചക്കറി മാർക്കറ്റിന്റെ ഇത് ചെയ്യാത്തത് രാഷ്ട്രീയക്കാർ. അങ്ങനെ അപ്പൊ പുള്ളിയുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലായതിന്റെ പേരിൽ മാത്രമാണ് ഇതിലേക്ക് വന്നത്. ഇവർ ഈ പറയുന്നതൊന്നും പ്രവർത്തിക്കാത്ത ഒരു പാർട്ടിയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ പിന്നെയാണ് അത് പറയുന്ന ഒരു കാര്യങ്ങളും, അതായത് എന്ത് കാര്യം പറഞ്ഞാലും അത് രാഷ്ട്രീയക്കാരിലേക്ക് എടുത്ത് തലയിലേക്ക് വെക്കും, മറ്റുള്ള ആളുകളുടെ തലയിലേക്ക് വെച്ച്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ തലയിലേക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന അതേ തന്ത്രം. അതായത് ഒരു കാര്യം ചെയ്യുന്നില്ല. ഇപ്പൊ ഈ സ്റ്റാള് ആളുകൾ വാങ്ങിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് പറഞ്ഞത്, എന്റെ വാങ്ങിച്ച് തിന്നിട്ട് എനിക്ക് അത് പറയാൻ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം പുള്ളിയുടെ ആ നിലവാരത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയില്ല. ആ രീതിയിൽ മേടിച്ച് തിന്ന ആളുകളെ വളരെ എന്താ പറയാ ഇതാണ്. പക്ഷെ ഈ മേടിച്ച് കഴിച്ച ആളുകൾക്ക് ഒരു കുറ്റബോധം തോന്നേണ്ട കാരണമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ CSR ഫണ്ട് അതാത് പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾക്ക് അത് വിനിയോഗിക്കാനോ അത് മേടിക്കേണ്ട അവന്റെ ഒരാളുടെ ഔദാര്യമല്ല, അത് ആ ഭാഗത്തുള്ള ആളുകളുടെ അവകാശമാണ്. പക്ഷെ ഈ ഒരു സാധനം പണ്ടെങ്ങാണ്ട് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇനിയും അവനെ പേടിച്ച് അടിമകളായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമായി തീരും. അതാണ് എനിക്ക് ഈ ആളുകളോട് പറയാനുള്ളത്. ഈ സാബുവും ജേക്കബ് പറഞ്ഞതൊക്കെ ആ സമയത്ത് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം നിങ്ങൾ അതിനെതിരെ സംസാരിക്കുമ്പോൾ വലിയ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ ആക്രമണങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ അതിന് പിന്നിൽ എന്തെങ്കിലും ഈ 2020യുടെ അജണ്ടകളുണ്ടോ? അതായത് പിന്നെ അതിനുവേണ്ടി നമ്മൾ ആളെ നിർത്തിയേക്കല്ലേ, സൈബർ വിങ് ആയിട്ട് ആളെ നിർത്തിയേക്കാണ്. കാലത്തെ എണീക്കുക, പുള്ളിക്ക് 2 ലൈക്കും സ്റ്റിക്കറും മറ്റേ റോസാപ്പൂവും ഒക്കെ ഇടുന്ന ആളുകളെ പ്രത്യേകമായിട്ട് നിർത്തിയേക്കാണ്. അത് ആ ഒരു സെറ്റപ്പാണ്. അത് അതിനുവേണ്ടി തന്നെ പുള്ളി ഈ പറയുന്ന CSR ഫണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ ഈ വക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അത് നമുക്ക് വരുന്ന ചില കമന്റുകൾ കാണുമ്പോൾ പറയാം, മനുഷ്യനായിട്ടുള്ളവർക്ക് ഇടാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റുകൾ, അത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കമന്റുകൾ നമുക്കെതിരെ ഇടുന്നുണ്ട്. ഈ നിലവിൽ കുന്നത്തുനാട് MLA അഡ്വക്കേറ്റ് PV ശ്രീനിധരൻ നിരന്തരം പല ജാതി അധിക്ഷേപം നടത്തുന്നു. അങ്ങനെ വളരെ മോശമായ രീതിയിലുള്ള പല വാക്കുകളും. അല്ല, അതൊക്കെ നമ്മളുടെ ഈ അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അതും ഒരു കാരണമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ആ കാലഘട്ടം കഴിഞ്ഞുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലൊക്കെ അനേക ആയിരങ്ങള് പല നവോത്ഥാനദായകന്മാർ നേടിയെടുത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ജാതിയും മതവും വർഗവും ഒക്കെ അത് വീണ്ടും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ഒരു വ്യക്തി ശ്രമിക്കാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ എന്താ പറയുന്ന ചോറ് കഴിക്കുന്ന ആളുകൾക്ക് നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളെ വളരാൻ വിട്ടാൽ ഈ സമൂഹത്തിന് വലിയൊരു
നാശം ഉണ്ടാവും. ഈ നിലവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പല സാബുവും ജേക്കബിന്റെ 2020 തട്ടിപ്പുകൾ പുറത്തുവിടുന്ന പല വാർത്തകൾക്കെതിരെയൊക്കെ പല സൈബർ ആക്രമണം നടക്കാറുണ്ട്. അത് നടത്തുന്നത് ഈ വാർത്തയുടെ ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് എല്ലാവരും കയറി റിപ്പോർട്ട് അടിച്ചോ തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ? പിന്നെ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് വാർഡ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ എന്നെ അതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ അത് ഡിലീറ്റും ചെയ്ത് കളഞ്ഞില്ല, ഞാൻ കാണിക്കാൻ. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾക്ക് അതിന്റെ ഇതിൽ കയറിയിട്ട് ലൈക്ക് അടിക്കാനും മറ്റൊക്കെ ആയിട്ടുള്ള പല ലിങ്കുകൾ വരികയും, അല്ലെങ്കിൽ പുള്ളിയുടെ ചാനൽ ചർച്ചകൾ വരുമ്പോൾ നമ്മളെല്ലാവരും കയറി കണ്ട് അതിന് വ്യൂവേഴ്സ് കൂട്ടുക, അങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ ഉള്ളതാണ്. അത് ഈ തട്ടിപ്പുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കയറി ആക്രമിക്കാം. ആ രീതിയിലാണ് ആക്രമിക്കുക. അത് കൂടുതലും നമ്മളെ കൊണ്ട് മെയിൻ ആയിട്ടുള്ള ആളുകളെ കൂടി ചെയ്യിക്കും. പിന്നെ അതിനുവേണ്ടിയുള്ള ഒരു വിങ് ഉണ്ട്, ഒരു സംഘമുണ്ട്. അത് അതിനുവേണ്ടി ഒരു സംഘം അവർക്കുണ്ട്. മറ്റൊരു കാര്യം കേട്ടിരിക്കുന്നത് ഈ ഇവിടെയുള്ള മറ്റുള്ള രാഷ്ട്രീയക്കാരുമായിട്ട് മിണ്ടുന്നതിൽ വിലക്ക് 2020 കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ചില ആളുകളോട് നമ്മൾ മിണ്ടരുത്. അത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരും നമ്മളുടെ മനസ്സിനെ. അതായത് അവരൊക്കെ മോശക്കാരാണ്, അവരുമായിട്ട് മിണ്ടിയാൽ ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. പിന്നെ ചില സ്ഥലങ്ങളിൽ പറയേണ്ട സ്ഥലങ്ങളിൽ വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. കാരണം നിങ്ങൾ അത് അങ്ങനെ പോവരുത്, മിണ്ടരുത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുകയും ചില സാഹചര്യങ്ങൾ. അത് ഇതിനു മുമ്പ് നമ്മുടെ ഒരു വാർഡ് മെമ്പർ രാജിവെക്കുകയും ആളുടെ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് വാർത്തയാവുകയൊക്കെ ചെയ്ത പ്രശ്നങ്ങളൊക്കെയാണ്. അത്തരം ഇത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിലവില് വലിയ രീതിയിലുള്ള ശിക്ഷകൾ ഉണ്ടാവും ഓരോ ഭാഗത്തുനിന്ന്. പിന്നെ അത് സംഘടനാപരമായിട്ടുള്ള ഒരു ശിക്ഷ അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ 10 വർഷത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഈ കിഴക്കമ്പലത്ത് ചെയ്തിട്ടുണ്ടോ സാബു? ആ പഞ്ചായത്തില് നമ്മള് നിലവിലുള്ള ഒരു റോഡ് ടാറി അതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്. ഈ പറയുന്ന കൊട്ടിഘോഷിച്ച് ഒന്നും ചെയ്യാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തുകൾ തനതായിട്ട് ലൈഫ് പദ്ധതിയിലൊക്കെ അനുവദിച്ചു കിടക്കുന്നവർക്ക് പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തി വീട് വെച്ചു കൊടുക്കുന്നു, അങ്ങനെയുള്ള സംവിധാനം. പക്ഷെ കിഴക്കമ്പലത്ത് അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്കൊരു 1000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ആ കാശ് എന്റെ മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കാണ്ട് ഞാൻ കൊണ്ട് ബാങ്കിലിടുകയാണ്. എന്നിട്ട് ഞാൻ പറയാണ് ഞാൻ കാശുകാരനായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ കിഴക്കമ്പലത്തുള്ള വികസനങ്ങൾ പൂർത്തിയാവാതെ പല വികസനങ്ങളും കിടന്നുകൊണ്ട് ആ വികസനങ്ങളൊന്നും ചെയ്യാതെ ഈ പൈസ കൊണ്ട് ബാങ്കിലിട്ട് ആളുകളുടെ അടുത്ത് ഞാൻ പറയാണ്. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളെ ഭരണം ഏൽപ്പിച്ച് ഇത് തന്നെയാണ്. കാരണം അവിടുത്തെ തൊഴിലാളികളെ പീഡിപ്പിച്ച് അവന്റെ സാമ്രാജ്യം വലുതാക്കാനേ നോക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ കിഴക്കമ്പലം അടക്കമുള്ള ദേശത്തെ പീഡിപ്പിച്ചുകൊണ്ട് ഇത് ആളുകളെ കാണിക്കാനും അതിൽ കോടികൾ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ക്രെഡിറ്റ് അതാണ്, കാശ് ഉണ്ട് എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ്. പക്ഷെ നമുക്കതല്ലല്ലോ. നമുക്ക് നമ്മുടെ അടിസ്ഥാന ജീവിതം ഉണ്ടാവണം, അടിസ്ഥാനപരമായിട്ടുള്ള വളർച്ച ഉണ്ടാവണം, വീടില്ലാത്തവർക്ക് വീടുണ്ടാവണം, അല്ലെങ്കിൽ നല്ല അംഗനവാടികൾ ഉണ്ടാവണം, പൊതു മൂത്രപ്പുരയും ശൗചാലയങ്ങളും ഉണ്ടാവണം. നമ്മുടെ സ്റ്റാൻഡിൽ വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ ഒന്ന് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ നിലവിൽ ഇവിടെ ഒരു മൂത്രപ്പുര ഇല്ല എന്നുള്ളത് സത്യമാണ്. സത്യമാണ്. അതുപോലെ തന്നെ ഈ ഇവിടെ മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്നത് സത്യമാണ് അല്ലെ? ആ ഇതിന്റെ പുറത്ത് കിടക്കുന്ന ഈ സ്ഥലമായിരുന്നു മാർക്കറ്റായിട്ട്. നല്ലൊരു ചന്തയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ മറ്റേത് ഇവിടെ മാളെന്തോ പണിയാന്ന് പറഞ്ഞ് അല്ലേ? ഇത് അത് തന്നെ, ഇവിടെ വലിയ മാള് വരാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ പുള്ളി ഉദ്ദേശിച്ച രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ എന്തൊക്കെയോ ആണ് പുള്ളി ഉദ്ദേശിച്ചിരുന്നത്. കാരണം പുള്ളിയുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ഷോപ്പിംഗ് മാളും പുള്ളിയുടെ അതെങ്ങനെ എന്തോ പുള്ളി ഗൂഢമായി, കാരണം ആളുകൾക്ക് ബോധം വെച്ചു തുടങ്ങിയപ്പോൾ പുള്ളിക്ക് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പുള്ളി ആ ഒരു പദ്ധതിയിൽ നിന്നും പ്രോജക്റ്റിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുകയാണ്. എന്നിട്ട് പറയും നമ്മൾ വെച്ച് കീച്ചും. അതായത് മറ്റേ രാഷ്ട്രീയക്കാർ സമ്മതിക്കാത്തതുകൊണ്ടാണ് പഞ്ചായത്തിന്റെ തനത്ത് ഫണ്ട് വെച്ച് പഞ്ചായത്ത് പണിയുന്ന കാര്യങ്ങൾക്ക് രാഷ്ട്രീയക്കാരല്ലെ MLA തടയുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്കത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാബുവിനെ സംബന്ധിച്ച്, സാബു പറയുന്നതൊന്നും ഇതുവരെ പ്രവർത്തിച്ച് കണ്ടിട്ടില്ല. പൊതുവെ ഇത്തരം ഈ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു വികസനവും നടക്കാതെ വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ആ നീങ്ങുന്ന നീക്കത്തെ ഒരു മാറ്റത്തിന്റെ ഒരു നീക്കമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. കാരണം ആളുകൾ ഇപ്പൊ ഞാനൊക്കെ വലിയ അടിമയായിരുന്നു. സാധാരണ അടിമയല്ല, അങ്ങനെയാണ് ഒരു 10 വർഷത്തോളം നിൽക്കില്ല, വലിയ അടിമയായിരുന്നു. കാരണം ഈ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുക, നമ്മളിതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം അന്ന് നമ്മളത് സത്യമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്നെ പോലെ അത്രയും പക്കയായിട്ട്, കാരണം കാവുങ്ങൽപ്പറമ്പ് പ്രദേശത്ത് വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ആളുകൾ വിശ്വസിക്കുന്നില്ല ഞാൻ എന്തുകൊണ്ട് മാറി എന്നുള്ളത്. കാരണം ആളുകളോട് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പോകുന്നതിന് ശേഷം പല ആളുകളും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ
നൂറുകണക്കിന് ആളുകൾ, കാരണം ഒരാളൊരു മാതൃക കാണിക്കാൻ നോക്കി നിൽക്കാറ്, നൂറുകണക്കിന് ആളുകൾ പരസ്യമായിട്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ ശരിക്കും പറഞ്ഞ ഇവിടെ ഒരു ജനാധിപത്യവും പണാധിപത്യവും തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കലായിട്ടാണ് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്. ഇത്തവണയെങ്കിലും ഇവിടെ ജനാധിപത്യം പുലരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായും ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ പഴയ കാലത്തെ ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥകളല്ല നമുക്കിവിടെ ഉണ്ട്. നമുക്കിവിടെ ജനാധിപത്യം വേണം, നമ്മളുടെ സുസ്ഥിരമായ വികസനം വേണം, കേന്ദ്ര ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടി ഈ കേരളത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന സഖാവ് പിണറായി വിജയന്റെ സർക്കാരിന്റെ എല്ലാ വികസനങ്ങളും ഗ്രാമാന്തരങ്ങളിലും വീടുകളിലും എല്ലാം എത്തണം. ഇപ്പൊ എത്തിത്തുടങ്ങി പെൻഷനായിട്ടും മറ്റു പല പ്രവർത്തനങ്ങളുമായിട്ട്. ഇപ്പൊ ഞാനൊക്കെ പോകുന്നത് ഒരു സൂചന മാത്രമാണ്. അസ്ലു പാറക്കാടൻ, ഞാന്, പിന്നെ നമ്മുടെ ഒരു മെമ്പർ ഷീജ, ആ കൂടെ തന്നെ ഒരു 100-200ഓളം ആളുകൾ അവിടുന്ന് പോകുന്നു എന്നാണ് പറയുന്നത്. അത് ഓരോ പ്രദേശത്തു നിന്നും പോകുന്നതാണ്. ഇപ്പൊ ഈ ഇറങ്ങുന്ന ആളുകളോട് എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെതിരെ നല്ല സൈബർ ആക്രമണം ഉണ്ടാവും. നിങ്ങളെ പറ്റി പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറയും. നിങ്ങൾ അതിലൊന്നും തളരാണ്ട് മുന്നോട്ട് പോവുക. കാരണം നമ്മുടെ നാടിന്റെ വികസനമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. നമുക്കല്ലാണ്ട് ഒരല്പം പച്ചക്കറിയോ അല്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതൊക്കെ കിട്ടിയിട്ട് കാലങ്ങളായി. ഇനി അത് കൊടുക്കുകയില്ല. ഇതൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കുന്ന അല്ലാണ്ട് ഇനി ആർക്കും ഒന്നും കൊടുക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾ നിങ്ങൾ വെറും മണ്ടന്മാരാണ്. നാട്ടിൽ നിങ്ങൾ വെറുതെ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. സാബുവും ജേക്കബ് സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് ആ സംഘർഷം രാഷ്ട്രീയക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുകയെന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ പല ഇതിലും കാണാറുണ്ടല്ലോ. നമുക്ക് അതായത് ഇന്നടത്ത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എന്തായി, അതിനെന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അത് സംസാരം ഉണ്ടാക്കുകയും പിന്നെ അത് വളരെ കൃത്രിമപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുണ്ടാക്കിയിട്ട് അത് രാഷ്ട്രീയക്കാരുടെ മേലിടുകയും ഇവിടെ അരാഷ്ട്രീയവാദം കൊണ്ടുവരിക. ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്, രാഷ്ട്രീയക്കാർ എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്ന ആളാണ് സാർ. ഞാൻ പറയുന്നത് ഇവിടെ രാഷ്ട്രീയക്കാരല്ലാണ്ട് ഏത് മുതലാളിയാണ് ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കുന്നത്? ഏതെങ്കിലും ഒരു മുതലാളിയാണോ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, നമ്മളുടെ മാറി മാറി വരുന്ന അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവരൊക്കെ വന്നിരിക്കുന്ന കാലാകാലങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനവും മാറ്റങ്ങളും ഒക്കെയാണ്. സാബുവും ജേക്കബ് ഇവിടെ നിന്ന് കമ്പനി തെലങ്കാനയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഈ കമ്പനി തെലങ്കാനയിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരം വളർന്നത് ഇവിടെ രാഷ്ട്രീയക്കാർ നിലനിന്നിരുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരം കാലം വളർന്നത്. ഇവിടുന്ന് ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നിടത്തോളം വളർന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇത് വേറെ എങ്ങും കൊണ്ടേ അല്ലല്ലോ. ഈ ചെറിയൊരു ഗ്രാമത്തിൽ തന്നെയാണല്ലോ ഇത് നടത്തിയിരുന്നത്. അന്ന് രാഷ്ട്രീയക്കാരൊക്കെ നല്ലതായിരുന്നു. പുള്ളിക്ക് പുള്ളിയുടേതായ എല്ലാ തോന്നിവാസങ്ങളും കാണിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ സമ്മതിക്കാണ്ട് വന്നപ്പോൾ പുള്ളിയുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. പുള്ളി അതിന് ഒരു കവചം, പുള്ളിയുടെ കമ്പനിയുടെ എല്ലാവിധ കാര്യങ്ങൾക്കും ഒരു കവചമായിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ നിർത്തുകയാണ്. അതാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, 10 വർഷം ഇവിടെ 2020 ഭരിച്ചു. അതുപോലെ തന്നെ അതിനു മുമ്പ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഏത് പാർട്ടി ഭരിച്ചപ്പോഴായിരുന്നു, അല്ലെങ്കിൽ ഈ 2020 ഭരിക്കുമ്പോഴായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സമയത്തായിരുന്നു ഈ നാട്ടിൽ സമാധാനവും വികസനവും ഒക്കെ നിറഞ്ഞാടിയത്? അത് ചോദിക്കാനില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോഴാണല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോഴത്തേക്ക് അത് ജനങ്ങളുടെ, അതായത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തികളുടെ കേന്ദ്രീകൃതമാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയിൽ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ അത് ഉത്തരം, അതായത് ഏതെങ്കിലും ഒരു പ്രാദേശിക ഘടകമാണെങ്കിൽ പോലും ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം രാഷ്ട്രീയക്കാർ ജനങ്ങളോട് പറയേണ്ടതുണ്ട്. പക്ഷെ ഒരു മുതലാളിക്ക് അത് വേണ്ട. കാരണം അയാൾ ചിന്തിക്കുന്നത് അയാളുടെ കമ്പനിയിൽ ജോലിക്ക് നിർത്തിയേക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ശമ്പളം കൊടുത്തിരിക്കുന്നത്, ആ ഒരു നിലപാടിലേക്കാണ് എല്ലാവരെയും ഇത് പറയുന്നത്. സാബുവും ജേക്കബിന്റെ പല പ്രസംഗങ്ങളിലും കോൺഗ്രസിനെയും CPM-നെയും കടന്നാക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും BJP-നെ കടന്നാക്രമിച്ചിട്ടില്ല. അതെന്താ അത് അങ്ങനെ ഒരു നിലപാട്? അത് ഇത് വിടാനുള്ള എന്റെ മെയിൻ ഒരു കാരണം അതാണ്. കാരണം മതേതരപരമായിട്ടല്ല ചിന്തിക്കുന്നത്. കാരണം ഇത് അവസാനം ചെന്ന് ഇത് ഒരു കപ്പലാണെങ്കിൽ പതുക്കെ അങ്ങനെ നങ്കൂരോട്ട് നിങ്ങോരോട്ട് ചേരുന്ന ഒരു തീരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇത് ഈ 2020 ചെന്ന് പുൽകാൻ പോകുന്ന തീരം BJP ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നമ്മളെ മറ്റേ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒരു ചെറിയ മറ്റേ എണ്ണയുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യവസായികൾക്ക് വൻ തകർച്ച രീതിയിൽ 50% സെസ് ഏർപ്പെടുത്തുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. സാബുവിനെ പോലുള്ള ഈ കയറ്റുമതി ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അമേരിക്കയുടെ ഭാഗത്തുണ്ടായത്. എന്നിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയില്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം. അത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഇനിയിപ്പോ വരാൻ പോകുന്ന ഈ ഇലക്ഷനെ സംബന്ധിച്ച് സാബുവും ജേക്കബ് ഒരു വികസനം എങ്ങും പറയുന്നില്ല. മാത്രമല്ല ഇവിടെ നടത്തിയിട്ടുള്ള ഒന്നിനെയും കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നില്ല. പരസ്യ സംവാദങ്ങൾക്ക് അദ്ദേഹം പോകുന്നില്ല. വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ടാകും അതുപോലുള്ള സമീപനങ്ങളൊക്കെ സ്വീകരിക്കുന്നത്? നിലവിൽ പറയാനൊന്നുമില്ല. ഒരു കാര്യം പറയാനില്ലെങ്കിൽ എന്താ മൗനം പാലിക്കുക എന്നുള്ള ഒരു ഇതാണ്. പിന്നെ അതുപോലെ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ 20യുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന പല ഏരിയകളിലും BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല.
അതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അങ്ങനെയാണ് ഇവരുടെ ഒരു ഒരു മുന്നോട്ട് പോക്ക് മുന്നോട്ട് പോക്ക് അങ്ങനെയാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് എവിടെ എങ്ങനെ ആയാലും BJP പോലുള്ള ഒരു ദേശീയ പാർട്ടിക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഈ കിഴക്കമ്പലം പോലത്തെ ഒരു പഞ്ചായത്തുകളിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ സാബു ഹംസയൊക്കെ ഇപ്പൊ മുട്ടുകാലി നിന്ന് കാക്ക പറന്നുപോയി എന്ന രീതിയിലാണ് പല നുണകളും പറയുന്നത്. ഒരു അംഗനവാടി കുട്ടിക്ക് പോലും പലതും കേട്ടാൽ തന്നെ മനസ്സിലാവും അദ്ദേഹം പറയുന്നതൊക്കെ നുണയാണെന്ന്. അപ്പൊ ഇതിൽ പല ആളുകൾ ഇത് നുണയാണെന്ന് കേട്ടിട്ടും പിന്നെ എന്തായാലും വന്നില്ല അങ്ങനെ തന്നെ പോട്ടെ എന്നോർത്ത് പോകുന്ന ആൾക്കാർ. അത് ഈ പാവപ്പെട്ട ആളുകളുടെ ഒരു മനസ്സിലേക്ക് ഒരു ഇത് ചെയ്തു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഭയങ്കര ഒരു ലാഭമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ എന്റെ കയ്യിലെ കാശെടുത്ത് നിങ്ങൾക്ക് ചെലവാക്കും, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ആ എന്താ പറയാ, നന്ദി കടപ്പാട് എന്നുള്ള ഒരു കെട്ടുപാടിലേക്ക് ആളുകളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അത് പൊട്ടിച്ച ആളുകൾ എന്ന് വരുന്നോ അന്ന് തീരും 2020. അത് ആളുകൾ പതുക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അതുകൊണ്ട് ഇത് മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാണ് 2020 എന്ന് പറയുന്നത്. ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ രാജിവെച്ച് വരാനുള്ള സാധ്യത. പിന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് സമീപിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളും നമ്മളുമായിട്ട് പല ആളുകളും സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്നെയൊക്കെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് 2020 പല ആളുകളും പേഴ്സണലായിട്ട് എന്തുകൊണ്ടാണ് മാറിയത്. അപ്പൊ ഞാൻ പറയുമ്പോഴാണ് അവർ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കൂടുതൽ നമ്മളുമായിട്ട് ഇടപെട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ദുരന്തം മനസ്സിലാവുന്നതെന്ന്. കാരണം നമ്മൾ കൂടുതൽ ഓരോ കാര്യങ്ങൾക്കായിട്ട് പല ആളുകളുടെയും പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ടാവും. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ എന്തായാലും ജനാധിപത്യം പുലരുന്ന കാഴ്ചയാണ് നമുക്ക് കിഴക്കമ്പലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ മൂട്ടിവെക്കാൻ ശ്രമിച്ച കോർപ്പറേറ്റ് മുതലാളിയെ ശിഥിലമാക്കിക്കൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അടിമ മനോഭാവം വളർത്തിയെടുത്തുകൊണ്ട് ഒരു തമ്പ്രാനെ പോലെ ഒരു കോർപ്പറേറ്റ് മുതലാളി ഒരു കിഴക്കമ്പലം എന്ന് പറയുന്ന പ്രദേശത്ത് അഴിഞ്ഞാടുന്നു. നുണകൾ കൊണ്ട് പടച്ചുവിടുന്ന പലതും കൊണ്ട് പലരെയും അടിമച്ചങ്ങലയിൽ കോർത്തിടാൻ വേണ്ടി ശ്രമം നടത്തുന്നു. അതെല്ലാം പൊട്ടിച്ച് അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് പലരും വരും ദിവസങ്ങളിലും പുറത്തു വരും. ഇവരൊക്കെ പെട്ടുപോയ ആളുകളാണ്, ഇരകളായവരാണ്. അതുകൊണ്ട് ഇരകൾ വേട്ടക്കാരനെ തിരിച്ചറിഞ്ഞ് പുറത്തു വരുന്ന ദിവസം അതിക്രമിച്ചിരിക്കുന്നു. അതായത് ജനാധിപത്യത്തിന്റെ സൂര്യൻ ഉദിച്ചു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.